അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി വീണ്ടും അളക്കും. അടുത്തയാഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ റിസോർട്ട് ഉടമകളുടെ സാന്നിധ്യത്തിലാണ് അളക്കുക. കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ജോസിൽ, വീണ്ടും അളക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അസിത, കഴിഞ്ഞ ജനുവരി 27 മാത്യു കുഴൽനാടനെതിരെ കേസെടുക്കുവാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. നമുക്കറിയാം, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷനിലടക്കം കൃത്രിമം കാണിച്ചു എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് വിജിലൻസ് ആദ്യം മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തത്. തുടർന്ന് വിജിലൻസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിലവിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ കൂടാതെ 50 സെന്റിലധികം ഭൂമി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്ന് കണ്ടെത്തിയത്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ അന്ന് അളന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 50 സെന്റിലധികം ഭൂമി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ജില്ലാ കളക്ടർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനമുണ്ടായത്. കേസെടുത്ത് എന്തെങ്കിലും കൂടുതൽ ബോധിപ്പിക്കാനുണ്ടോ എന്ന് അറിയിച്ച് ഹിയറിങ്ങിന് ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് 1 മാസം കൂടി എനിക്ക് സമയം തരണം, കാരണം മറ്റുള്ള പാർട്ടി പരിപാടികളടക്കം പങ്കെടുക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ 1 മാസത്തെ കാലാവധി തീർന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാരായ കാവുങ്കൽ ടോണി, സഹോദരൻ ടോം എന്നിവർ തഹസിൽദാറിന് മുമ്പിൽ ഹാജരായത്. അവർ പറയുന്ന പുതിയ വാദമാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഭൂമി ഞങ്ങളുടെ കൈവശം കൂടുതലില്ല, ഒരിക്കൽ കൂടി അളക്കണം എന്നുള്ള അപേക്ഷ അവർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വട്ടം കൂടി ഭൂമി അളക്കാൻ, ഇവരുടെ ഈ ഉടമകളുടെയും കൂടി സാന്നിധ്യത്തിൽ അളക്കാൻ ഇപ്പോൾ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അസിത, ശരി. മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസിൽ സെബാസ്റ്റ്യൻ.